നമസ്കാരം. അതീവ രഹസ്യ സ്വഭാവമുള്ളൊരു ഷോ, സർപ്രൈസ് എലമെന്റുകൾ നിലനിർത്തേണ്ട ഷോ, വീറും വാശിയുമുള്ള മൈൻഡ് ഗെയിം ഷോ, അതാണ് ബിഗ് ബോസ്. ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ മലയാളം പതിപ്പിന്റെ അണിയറ രഹസ്യങ്ങൾ ചോർത്തുന്നത് എന്തിനു വേണ്ടി? ആരാണിതിനു പിന്നിൽ? രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ട ഷോയെ ഇത് എത്രമാത്രം ബാധിക്കുന്നുണ്ട്? ഇതെങ്ങനെ തടയാനാവും? തടയേണ്ടതല്ലേ? പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ചോരുന്നതിനെതിരെ ചാനൽ തന്നെ പരാതി നൽകി രംഗത്തെത്തിയിരിക്കുന്നു. നോക്കാം നമുക്ക് വിശദമായി. നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്, മറ്റാരുമല്ല, നടനും ബിഗ് ബോസ് വിന്നറുമായ സാബുമോനാണ് നമുക്കൊപ്പം അതിഥിയെ ചേരുന്നത്. ശ്രീ സാബുമോൻ, സ്വാഗതം ന്യൂസ് 18ലേക്ക്, പ്രത്യേക ഷോയിലേക്ക്. താങ്ക് യു. ശ്രീ സാബുമോൻ, ഈ ബിഗ് ബോസ് വീട്ടിലെ രഹസ്യങ്ങൾ ചോരുന്നു എന്ന് ചാനൽ തന്നെ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് ലീക്കായാൽ നമ്മൾ പറയും പിന്നെ അത് കാണേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ രഹസ്യങ്ങൾ ചോരുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രഹസ്യങ്ങൾ ചോരാനുള്ള അവിടെയുള്ള ഏക വഴി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അവിടുന്ന് ചോരാം. ഒന്ന്, അവിടെ പോകുന്ന ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഉള്ളവർ പുറത്തു വിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. അങ്ങനെ വളരെ ചുരുങ്ങിയ മാർഗങ്ങളേ ഉള്ളൂ ഇത് ചോരാൻ വേണ്ടിയുള്ള സാധ്യതകൾ. ശരി. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴുവനായിട്ട് കാണാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ ഒരാൾ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഇന്ന ആൾ എവിക്റ്റ് ആയെന്ന് സീല് കുത്തി അടക്കം ആളുടെ ഫോട്ടോ വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് കാണുന്നത് ഒരു ലൈക്കിന് വേണ്ടിയൊക്കെ ഒരാഴ്ചത്തെ ഒരു സസ്പെൻസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് തുല്യമല്ലേ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് ലൈക്കിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. കാര്യം ഈ യൂട്യൂബ് ചാനലുകളും ഈ ബിഗ് ബോസ് റിവ്യൂകളും നടത്തുന്നവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ഇത്തരത്തിലുള്ള റിവ്യൂ നടത്തുക എന്നുള്ളത്. അത് ആക്ച്വലി പിന്നെ അവർക്കുള്ളൊരു ധനസമ്പാദന മാർഗമാണ്. അല്ലാതെ ഇതൊരു കേവലം ലൈക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. അതിനുവേണ്ടി ചിലപ്പോൾ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, ബ്രൈബ് ചെയ്തിട്ടുണ്ടാകാം. എങ്ങനെയായാലും അവർ ഇൻഫർമേഷൻസ് എടുക്കുന്നു, അവർ ആദ്യം ഇത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം യൂട്യൂബ് പോലെയുള്ള ചാനലുകളിൽ ലൈക്ക് ഈ വ്യൂസ് വീഴുന്നതനുസരിച്ച് അവരുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ബിസിനസ് മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് പാലിക്കേണ്ട ഒരു മിനിമം മൊറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത്തരത്തിലുള്ളൊരു വലിയ ഷോ ഒരുപാട് പൈസ മുടക്കി മോഹൻലാലിനെ പോലെയുള്ളൊരു വലിയ നടൻ അദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്ത് വന്ന് ഈ ഷോ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ രസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സസ്പെൻസും ഈ ആര് പുറത്തു പോകും, ആര് നിലനിൽക്കും എന്നൊക്കെയുള്ളത് അറിയുന്നതിലാണ്. അപ്പോൾ അതിനെ തകർത്തുകള എന്ന് പറയുന്നത് അത് ക്ലിയർ കേസ് ഓഫ് പൈറസി. ഇത് നമ്മുടെ സിനിമകൾ മോഷ്ടിച്ച് ടെലഗ്രാം വഴിയും പിന്നെ ബാക്കി സൈറ്റുകൾ ടോറൻസ് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ഉള്ളൊരു പൈറസി തന്നെയാണിത്. അത് അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ എവിക്ഷൻ പ്രക്രിയ തന്നെയാണ്. ആരാണ് അടുത്തയാഴ്ച പുറത്തു പോകുന്നതെന്ന് അറിയാൻ ആ ഷോയുടെ ആരാധകർക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാതാകുന്നത്. അടുത്തയാഴ്ച ഇന്നയാൾ പോകുമെന്ന് നേരത്തെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ആളുകൾ. അത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. ഇത് എനിക്ക് തോന്നുന്നു ഈ സീസൺ 7ന്റെ തുടക്കം മുതൽ, ഏറ്റവും ആദ്യത്തെ എവിക്ഷൻ മുതലേ ഇത് മനസ്സിലാകുന്നുണ്ട് ആളുകൾക്ക്, ഇന്ന ആളാണ് അടുത്തയാഴ്ച ഔട്ടാകുന്നത്. അതെങ്ങനെയായിരിക്കും ശ്രീ സാബുമോൻ? അല്ല, ഇതിന് മുമ്പും ഉള്ള സീസണുകളിൽ ഇതുപോലെയുള്ള റിവ്യൂസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അത് പക്ഷേ എന്താ പറയുന്നത്, കേവലം യാദൃച്ഛികമായിട്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം ഒരു ഊഹമൊക്കെ വെച്ചിട്ടും സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ശരിക്കും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ചില പർട്ടിക്കുലർ റിവ്യൂവേഴ്സിന് അവരുടെ നേരെ ഓൾറെഡി ചാനൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ അവതാരക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ ദൃശ്യം 1 കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലെത്തി. അപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു 2-3 സസ്പെൻസ് ഉള്ള ആ മൊമെൻറ്റ്സ് വിളിച്ച് പറഞ്ഞാൽ പിന്നെ അവർ രസംകൊല്ലികളായി മാറുകയാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ആ വെളി വന്ന് സിനിമയുടെ കണ്ടിട്ട് വിളിച്ച് പറയുന്നതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമില്ല. പക്ഷേ ഈ ഷോയുടെ ഈ സസ്പെൻസ് തകർക്കുക, വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മോണിറ്ററി അടിസ്ഥാനത്തിൽ തന്നെയാണ്.
അത് ചെയ്യാതിരിക്കലാണ് അതിൻ്റെ ഒരു മര്യാദ എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ഷോയാണ്, അതുകൊണ്ട് ഇവർക്കും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരുന്നു. ശരി. ഇപ്പം മോഹൻലാൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുൻപത്തെ ഒരു എപ്പിസോഡിൽ കണ്ടത് ഈ ആദില നൂറ വിഷയത്തിൽ അവരെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളൊരു വിഷയമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൽ ലക്ഷ്മിയെ മോഹൻലാൽ വലിയ തരത്തിൽ വഴക്ക് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ പ്രേക്ഷകർ അറിയുകയാണ്. അതൊക്കെ കാണാനാണ് ആളുകൾക്ക് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ ആരെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ആരോട് സ്നേഹത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കാനായിരിക്കും സ്വാഭാവികമായിട്ടും മോഹൻലാലിൻ്റെ ആരാധകർക്കടക്കം ബിഗ് ബോസിൻ്റെ ആരാധകർക്കും താല്പര്യമുണ്ടാവും. പക്ഷെ ഇതൊക്കെ നേരത്തെ ആളുകൾ അറിയുന്നത് ഈ ഷോയുടെ ഒരു ചാം തകർക്കുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിൽ യാതൊരു സംശയവുമില്ല. കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത്രയും മനുഷ്യർ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഒരു ഷോ റൺ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും സ്വാധീനിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നു. ഇനിയിപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കാഷ്വൽ സംസാരത്തിനിടയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും അവിടുന്ന് വിവരങ്ങൾ ശേഖരിച്ചത് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നിയമവഴിയിൽ പോയാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ ആകുമെന്നാണ് താങ്കൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഈ ചാനൽ നിയമവഴിയിൽ പോവുകയാണ് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ പുറത്താകുന്നതിനെതിരെ. ഇങ്ങനെയൊരു നിയമവഴി സ്വീകരിക്കുന്നതിലൂടെ ഇത് എത്രമാത്രം കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇനി ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാര്യം ഇതിനെക്കാട്ടിയും വലിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൻ്റെ സൈബർ പോലീസ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് ഇതെങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നെന്നാണ് ചാനലിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ കുറച്ച് കേസുകൾ ഫയലായിട്ടുണ്ട്. ബാക്കി നോട്ടീസസും പരിപാടികളും പിറകെ വരുന്നതായിരിക്കും. ശരി. ഈ ബിഗ് ബോസ് 7 വീട്ടിൽ നിന്ന് ഏറ്റവും വലിയൊരു രഹസ്യം പുറത്തായത് എന്തെന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് ഉത്തരം പറയും? അല്ല, ഞാൻ ഇത്തരം റിവ്യൂ സാധനങ്ങൾ നോക്കുന്ന ആളേ അല്ല. ഞാൻ ആ ഏരിയ പോയി നോക്കാറില്ല. അതുകൊണ്ട് എന്തൊക്കെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ആ ഷോയെ ഞാൻ എൻജോയ് ചെയ്ത് കാണുന്ന ഷോയാണ്. അതുകൊണ്ട് ഞാനതിനെ ആ ഷോ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ബാക്കിയുള്ള റിവ്യൂവേഴ്സിനെ ഒന്നും നോക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ചില ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്, അത്രയേ ഉള്ളൂ. ശരി. ഇപ്പോൾ ഒരാൾ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് പുറം ലോകവുമായി എപ്പോൾ മുതൽ ബന്ധപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഫോൺ എപ്പോൾ മുതൽ ഉപയോഗിക്കാൻ പറ്റും? അതൊന്നും ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായും അതൊക്കെ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. അത് എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷം മാത്രമേ അവർ പുറത്ത് വരികയുള്ളൂ. അതുവരെയും അവരുടെ ഫെസിലിറ്റിക്കകത്ത് തന്നെയായിരിക്കും അവരുണ്ടാകുക. ശരി. അവർക്ക് പുറം ലോകവുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും കാണില്ല. ഈ ശനി ഞായർ ദിവസത്തെയൊക്കെ എവിക്ഷൻ ഉണ്ടല്ലോ, ഈ എവിക്ഷൻ പുറത്തറിയാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളായിരിക്കും സ്വാഭാവികമായും ഷോ ചെയ്യുന്നത്? പക്ഷെ ആ മുൻകരുതലുകളൊന്നും അവിടെ പ്രാവർത്തികമാകുന്നില്ല എന്ന് നമുക്ക് ഈ രഹസ്യങ്ങളൊക്കെ പുറത്തറിയുന്നതിലൂടെ വ്യക്തമാണ്. എന്നാൽ പോലും എന്തൊക്കെ മുൻകരുതലാണ് പൊതുവെ ഷോ എടുക്കാറുള്ളത്? താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അറിയുന്നത്? ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവർക്ക് നിയതമായ ഒരു ചട്ടക്കൂടും നിയമാവലിയൊക്കെ ഉള്ളതാണ്. കാരണം പ്രത്യേകിച്ചൊരു വലിയ ഇൻ്റർനാഷണൽ കമ്പനിയാണ് അത് റൺ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോസസ് ബുക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് കുറേ പ്രാക്ടിക്കാലിറ്റി ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ക്രൂവിൻ്റെയും ഫോണും സാധനവും ഈ കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ വാങ്ങി വെച്ചിട്ടൊന്നും ഈ ഷോ റൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ പല ഷിഫ്റ്റുകളിലുള്ള മനുഷ്യരാണ്, അവരെയും ഈ കണ്ടസ്റ്റൻസിനെ പോലെ അതിനകത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനത്തിലൂടെയൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇൻഫർമേഷൻ പുറത്തു പോകുന്നത്. അല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല. എന്തായാലും ഈ ബിഗ് ബോസ് സർപ്രൈസ് നിലനിർത്തണമെങ്കിൽ ഈ ചോർച്ച അത് തടഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ നിയമ നടപടി തന്നെ ഒരു വഴിയുള്ളൂ അല്ലേ പ്രധാനമായിട്ടും? തീർച്ചയായും. പിന്നെ ചാനൽ അവരുടെ ഭാഗത്തു നിന്നും വളരെ ഗൗരവമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അതേപോലെ നിയമ നടപടികളും വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് വലിയ ലീഗൽ ടീം തന്നെയുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ നിയമ യുദ്ധമൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആകാം എന്നതിലുപരി, നമ്മൾ ഈ ഷോയുടെ ഇപ്പം ഞാനൊരു റിവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഷോയുടെ നിലനിൽപ്പ് എൻ്റെയും കൂടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ആ രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കണം. കാര്യം
ഇനിയും ഈ ഷോ മുമ്പോട്ട് രസകരമായി പോയാൽ മാത്രമേ എനിക്ക് ഇനിയും ഈ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഉപയോഗിച്ച് എനിക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ തന്നെ എടുക്കേണ്ട കുറേ നിയന്ത്രണങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നും അറിയില്ല. നമുക്കിരുന്ന് പറയാവുന്നേ ഉള്ളൂ. കാര്യം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പാരലൽ വേൾഡിൽ ഇത്തരത്തിലുള്ള യാതൊരു നിയമങ്ങളും ബാധകമല്ലാത്തൊരു ഏരിയയാണ്. ശരി, ഈ ഷോ നടത്തുന്ന ആളുകളുടെ ഒരു ഫേവറിസം ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫേവറിസം ഈ ഷോ ടീംസിനുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ഫേവറിസം ഒന്നും അതിനകത്ത് കാണിക്കാൻ കഴിയില്ല. പിന്നെ ഈ ഫേവറിസം കാണിക്കും എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നോക്കുമ്പം അങ്ങനെ കാണാമെങ്കിലും അവിടെയുള്ള ഒരു നിയമാവലി വിട്ട് പിന്നെ ഒരു ഫേവറിസം കാണിക്കാൻ ആ ഷോയുടെ നടത്തിപ്പുകാർ ഒരു തരത്തിലും സമ്മതിക്കില്ല. ശരി, ഇപ്പൊ നമ്മൾ ഈ രഹസ്യങ്ങൾ ചോരുന്നു നടത്താൻ യാതൊരു ലൂപ്പ് ഹോളും ഇല്ല അവിടെ. ശരി, നമ്മളിപ്പോൾ ഈ രഹസ്യങ്ങൾ ചോരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ പ്രധാനമായി നമ്മൾ കാണുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പബ്ലിക്കായിട്ടുള്ള ഓഡിയൻസ് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മറ്റ് വഴിയല്ലാതെ ഈ ഓഡിയൻസ് തന്നെ ഈ വിവരങ്ങൾ പുറത്തെത്തിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഓഡിയൻസ് വരാതിരിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസ് അകത്ത് കയറ്റാതിരിക്കുക എന്നുള്ളതല്ലേ? അതെന്തുകൊണ്ടായിരിക്കും ഷോ മാനേജ്മെന്റ് ചെയ്യാത്തത്? അല്ല, അത് നമ്മളൊരു ഷോ ഡിസൈൻ ചെയ്യുമ്പം പിന്നെ നമുക്കൊരു പ്ലാൻ കാണുമല്ലോ. ഇന്ന ഷോർട്സ്, ഇന്നതാണ് അതിൻ്റെ മൊമെന്റ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ആ ഷോയ്ക്കകത്ത് നിന്ന് ഇപ്പോൾ ഓഡിയൻസിന് ഞാനൊരു സജഷൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ബാക്കിയുള്ള സമയത്തൊക്കെ ഓഡിയൻസ് ഇരിക്കട്ടെ, എന്നിട്ട് എവിക്ഷൻ്റെ സമയമാകുമ്പോൾ ഓഡിയൻസ് ഇല്ലാതെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞു വന്നു. അതിൻ്റെ കുറേ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നഷ്ടമായി പോകും. അപ്പോൾ അത് പ്രാവർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഓഡിയൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഓഡിയൻസിൻ്റെ പേരിൽ അങ്ങനെ ഒരു സംഭവം ഇത്രയും വർഷങ്ങൾക്കിടയിൽ, കാരണം ആ കമ്പനി എല്ലാ ഷോയിലും എല്ലാ ഭാഷകളിലും ഈ ഷോ റൺ ചെയ്യുന്നവരാണ്. അവർക്ക് അത്രയും ലോയലായിട്ടുള്ള ഓഡിയൻസാണ് ഉള്ളത്. അവരുടെ നിന്ന് ചോരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് എന്നാണ് അറിഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീ സാബുമോൻ, ഇതിന് രണ്ടൊരു വശമുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഷോയെക്കുറിച്ച്, അല്ലെങ്കിൽ ഷോ ഇനി എന്ത് സംഭവിക്കും, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നത് എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് ആ ഷോയ്ക്ക് കുറച്ച് ഗുണമാവുകയല്ലേ? കാരണം ആളുകൾക്ക് ഇതിനോടുള്ള താല്പര്യം കൂടുന്നു, ആര് പുറത്താകുന്നു എന്നറിയാനുള്ള താല്പര്യം കൂടുന്നു. അങ്ങനെയാകുമ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും ഇതിനെ ഉപയോഗിച്ചുകൂടെ? അങ്ങനെയും കാണാൻ സാധിക്കില്ല. ഈ ആളുകൾ കൂടുതലായി ആർക്ക് എന്ത് സംഭവിക്കുന്നു, ആരെപ്പോൾ പുറത്തു പോകുന്നു, ഇനി ആര് വരാൻ പോകുന്നു, ലാലേട്ടൻ എന്ത് പറയാൻ പോകുന്നു, അദ്ദേഹം എന്ത് ഡ്രസ്സ് ധരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ആളുകൾ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ വരുന്നത്, ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ഷോയ്ക്ക് അത് ഗുണമാകുന്നുമില്ലേ? അല്ല, അത് ഈ പറഞ്ഞ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ഓക്കെ, ഒരു രസമായിരിക്കും. പക്ഷെ നിരന്തരമായിട്ട് പിന്നെ ചില പർട്ടിക്കുലർ ആളുകൾ അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാമ്പ് പോയില്ലേ? ഇപ്പോൾ ഇടയ്ക്കിപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തി, ഇപ്പം അവിടെ നിന്ന് ചോരുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, മിയർ പ്രഡിക്ഷൻസ് ആണെങ്കിൽ ആ പ്രഡിക്ഷൻ എല്ലാ പ്രാവശ്യവും ഒരുപോലെ വരുമോ? വരില്ലല്ലോ, ഇടയ്ക്ക് തെറ്റണമല്ലോ. ആ തെറ്റുകൾ നടക്കുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ അതിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ശരി, ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് PR ആണ്. താങ്കളത് ശ്രദ്ധിച്ചു കാണും. 16 ലക്ഷം 17 ലക്ഷം ഒക്കെ PR എടുത്തുകൊണ്ടാണ് അതിനുള്ളിൽ ഓരോരുത്തർ വരുന്നതെന്നുള്ള ചർച്ചകളൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു വിജയ നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ PR കൊണ്ട് ഈ ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ ജയിക്കാൻ സാധിക്കുമെന്ന്? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ ബോട്ട് എന്ന് പറഞ്ഞ സംവിധാനം അതുണ്ടോ ശ്രീ സാബുമോൻ? ബോട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടുകളുണ്ട്. അങ്ങനെ നമുക്ക് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഒരു ടെക്നിക്കൽ സംഭവമാണ്. ബോട്ട് ഉപയോഗിച്ച് വോട്ടുകൾ ചെയ്തിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോഴുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് പിന്നെ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പിന്നെ വരിസംഖ്യ അടച്ച് പൈസ മുടക്കിയിരുന്ന് വോട്ട് ചെയ്യണം. കാരണം ഇത് ഇപ്പോൾ അതുവഴി മാത്രമല്ലേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ഫ്രീ അക്കൗണ്ട് കിട്ടുന്നൊരു സ്പേസ് അല്ല എൻ്റെ അറിവിൽ. തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ പൈസ മുടക്കാമെങ്കിൽ അത്രയും വോട്ടുകൾ കൂടുതൽ ചെയ്യാൻ പറ്റും.
പിന്നെ ഈ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ കുറേ പേര് അതിനുവേണ്ടി കുത്തിയിരുന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ വന്നാൽ ഉടനെ അതിന് താഴെ കുറേ വാഴ്ത്തുപാട്ടുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബാക്കി നമ്മളുടെ പിന്നെ ആ കണ്ടന്റ് കാണുന്ന ആളിൻ്റെ ചിന്താഗതിയെ അത് ബാധിക്കും. അതായത് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആദ്യം കുറേ നെഗറ്റീവാണ് വീഴുന്നെന്നുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് കമൻസാണ് വീഴുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാണുന്നവരെ എല്ലാം അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള PR ഏജൻസികളെ വെച്ച്. പക്ഷെ അല്ലാതെ PR ഏജൻസി ഉള്ളത് കൊണ്ട് മാത്രമൊന്നും അങ്ങനെ ജയിച്ചു പോകാനൊന്നും കഴിയില്ല. കാര്യം ഈ ഷോ എന്ന് പറയുന്നത് അതിലുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ പിന്നെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, അവരോരോന്ന് ഫേസ് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് ഓരോ വ്യക്തികളോടും ഒരു പേഴ്സണൽ ഇഷ്ടം രൂപപ്പെട്ട് വരുന്നത്. അതിന് PR-കാർക്ക് വെളിയിൽ നിന്നുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ശരി. ഇപ്പോൾ ഈ ഓൺലൈൻ വോട്ടിങ്ങും ഈ ബിഗ് ബോസ് വോട്ടിംഗ് റേറ്റും സെയിം ആകുന്നത് അതെങ്ങനെയാണ്? എപ്പോഴും ഇപ്പോൾ സ്വാഭാവികമായി ബിഗ് ബോസ് വോട്ടിംഗ് വീക്ക്ലി ചാർട്ട് അത് ബിഗ് ബോസിനെ പുറത്ത് വിട്ടൂടെ? അങ്ങനെ ഈ പ്രേക്ഷകരുടെ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടത്തില്ലേ ശ്രീ സാബുമോൻ? അതൊരു നല്ല സജഷനാണ്, വീക്കിലുള്ള വോട്ടിംഗ് നിര പറയാമെന്ന്. പക്ഷെ അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഫിനാലയിലൊക്കെയാണ് അങ്ങനെ വോട്ടിംഗ് നില മാത്രം പറയുന്നത്. കാരണം എല്ലാ ആഴ്ചയും അതൊരു കണ്ടൻ്റായിട്ട് അങ്ങനെ എടുക്കാറില്ല. കാര്യം അങ്ങനെ ഒരു വോട്ടിംഗ് നില പിന്നെ ലാലേട്ടൻ അവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗെയിമിൻ്റെ പിന്നെ യാത്രയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വോട്ടിംഗ് അങ്ങനെ കാണിക്കാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. ശരി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിവരങ്ങൾ ചോരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ തുടക്കം മുതലേ ഉള്ള സീസണുകളിലൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഈ വലിയ തരത്തിൽ വന്നത് ഈ സീസണിലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ വിവരങ്ങൾ കൂടുതലായി ആളുകളിലേക്ക് നേരത്തെ എത്തുന്നത്? അത് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നാൾക്ക് നാൾ ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ടും ആകാം. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾ ഈ വർഷത്തെ ബിഗ് ബോസ് ഒക്കെ അല്ലെങ്കിൽ ഈ സീസൺ ബിഗ് ബോസ് ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരാളാണോ? മിക്കവാറും ഒക്കെ കാണുന്നുണ്ട്. ശരി. എന്തായാലും ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ആര് വിൻ ചെയ്യും എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരാളെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പിന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് അതൊരു ഔചിത്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ഗെയിമാണ്, അവർ കളിച്ച് ജയിക്കട്ടെ. ഇപ്പം ഞാൻ അകത്ത് പോയപ്പോഴും പിന്നെ ആർക്കും ഒരു എന്താ പറയുന്ന ഒരു മേൽക്കൈ കൊടുക്കുന്ന രീതിയിലൊന്നും സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. കാര്യം അതൊരു ഗെയിമാണ്. ആ ഗെയിമിനെ അതിൻ്റെ വഴിക്ക് തന്നെ ഒഴുകാൻ വിടുന്നതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഈ നമ്മൾ ഈ തുടക്കം മുതലേ ഈ സീസണുമായി ബന്ധപ്പെട്ട് കേട്ടൊരു കാര്യമാണ്, കൂടുതലും അർഹതയില്ലാത്തവരാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ നടന്ന സീസൺ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മോശം വന്നൊരു സീസണാണ് ഇത് എന്നുള്ളൊരു വിമർശനങ്ങളൊക്കെ പൊതുവെ ഈ സീസണുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് ആളുകൾ എല്ലാ തവണയും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ അർഹതയില്ലാത്തവർ വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾ? അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കളി ജയിച്ചു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ടീം പറയും ഇത് കള്ളക്കളിയായിരുന്നു, പിന്നെ റെഫറി അവരുടെ കൂടെ ആയിരുന്നു, പിന്നെ ഫൗള് കാണിച്ചതൊന്നും അവർ പിന്നെ ഫൗള് വിളിച്ചില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് ഓരോ ഔട്ടാകുന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്നവരും അവർ പറയും അത് പിന്നെ കള്ളക്കളിയായിരുന്നു, അത് ശരിയല്ല, അത് ചെയ്തത് ജസ്റ്റിസ് അല്ല, അങ്ങനെയൊക്കെ പറയാം. അത് സ്വാഭാവികമായും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അത് നിരന്തരമായി വരുന്നതാണ്. ഇനിയുള്ള സീസണുകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല.
ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വിന്നർ ആരാണ് എന്നുള്ളത് അറിയാനാണ് പൊതുവേ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഈ ഫിനാലയിലേക്ക് അടുക്കുന്ന സമയത്ത് ആരായിരിക്കും വിന്നർ എന്ന് കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ വിന്നർ ആരാണെന്ന് പോലും, അല്ലെങ്കിൽ അവർ കിരീടം ചൂടി നിൽക്കുന്ന ഫോട്ടോകൾ പോലും അതിന് മുൻപ്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് ആളുകളിലേക്ക് എത്തുന്നൊരു കാഴ്ചയുണ്ട്. അതൊക്കെ എത്രമാത്രം ഈ ഷോയെ ബാധിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും നെവർ മൈൻഡ് എന്ന് കരുതി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ? അല്ല, ഫിനാലയ്ക്ക് അത് വരാൻ സാധ്യതയില്ല. കാര്യം ഫിനാലെ ലൈവാണ്. അല്ല, ഉണ്ട്. കഴിഞ്ഞ വർഷം, അതിന് മുൻപത്തെ വർഷവും ഒക്കെ അത്തരം സംഭവങ്ങളുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളൊക്കെ നേരത്തെ അറിയുന്നുണ്ട് ആരാണ് വിന്നർ ആയത് എന്നുള്ള. അവരുടെ ഫോട്ടോകൾ അടക്കം വരുന്നുണ്ടായിരുന്നു. അത് വളരെ ചെറിയ ഒരു ഡിലേക്കകത്തേ വരുള്ളൂ. കാര്യം അവിടെ കുറേ പേര് വരുമല്ലോ ഫിനാലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും അവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ. അത് പക്ഷെ മണിക്കൂറുകൾക്ക് ഉള്ള വ്യത്യാസത്തിലേ സംഭവിക്കുകയുള്ളൂ. അത് ഒരുപാട് മണിക്കൂറും വരില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. അത് റിസ്ക് ആണ്, അത് എടുത്തേ പറ്റുള്ളൂ. ഈ ഫിനാലയോട് അടുത്തുള്ള ദിവസങ്ങളൊക്കെ പോലെ അല്ല ഫിനാലെ. പറഞ്ഞോളൂ. ഇപ്പൊ പിന്നെ ഈ ഒക്കെ ഉള്ളത് കൊണ്ട് അകത്ത് നിൽക്കുന്നതൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. ശരി. ഈ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുറച്ച് ഈ സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നതല്ലേ? കാരണം ഫിനാലയിലൂടെ അടുക്കുമ്പോൾ ആയിരിക്കും കൂടുതലായിട്ട് ഇനി എന്ത് സംഭവിക്കും, എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാനും അത് ആളുകളിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങളായാലും ചില ആളുകളായാലും ഒക്കെ താല്പര്യം കാണിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും അല്ലേ? അതെ, അതിനുള്ള മേളാങ്കം ഇപ്പൊ അതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് ഈ ഫിനാലെ അടുത്ത് വരുന്നത് കൊണ്ട് ഒരു കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പിനും വില്ലിനും വിട്ടുകൊടുക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതങ്ങനെ തന്നെ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ രസം. അതിൻ്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്ന ഏരിയ നമ്മൾ നോക്കാതിരിക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ട രസം നമ്മളെന്തിനു നഷ്ടപ്പെടുത്തണം? നമ്മുടെ രസത്തിനെ കൊല്ലേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനങ്ങനെ റിവ്യൂസ് പോയി നോക്കാറില്ല എന്ന്. അത് വേറെ കുറേ റിവ്യൂവേഴ്സിനെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് തന്ന് ലിങ്ക് അയച്ചു തന്നിട്ടാണ് ഞാനത് കണ്ടു നോക്കിയത്. ഇപ്പം താങ്കൾ കഴിഞ്ഞ എന്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യണം, ഞാനിത് രസിച്ച് കാണാനിരിക്കുന്ന ആളാണ്. താങ്കൾ ഉണ്ടായിരുന്ന ആ സീസണാണോ അതിനുശേഷം വന്ന സീസണാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതെങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞാൽ എന്ത് മറുപടി പറയും? അതൊരു ഒന്നാമത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു മറുപടിയും ഇല്ല എന്നുള്ളത്. ഞാനുണ്ടായിരുന്ന സീസണാണോ അതിനുശേഷം വന്ന സീസണാണോ നല്ലത് എന്നുള്ളതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? അത് കണ്ടിരുന്ന മനുഷ്യരാണ് അതിന് മറുപടി പറയേണ്ടത്. എന്നാലും തോന്നില്ലേ കുറച്ച് എനർജറ്റിക് ആണ് എന്ന് തോന്നില്ലേ അത്? ഏത്? അല്ല, ഞാൻ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഈ സീസൺ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ രസം, ആളുകളൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ സോയ? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ തീർച്ചയായും ഇത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വേണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ എന്നെ ഫോൺ വിളിച്ച് കൊല്ലാൻ. കാരണം അവരെല്ലാം ഇപ്പൊ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തില്ല. ശരി, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ, അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പുറത്തു പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ രഹസ്യം അത് പുറത്ത് വരാതിരിക്കാൻ ഇപ്പോൾ നൽകുന്ന ഈ മുന്നറിയിപ്പ് മതിയാകുമോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇല്ല, അത് മതിയായില്ല. ശക്തമായ നിയമ നടപടികൾ എടുത്ത് അവരെ മുന്നിൽ കൊണ്ടുവരിക, അവരുടെ പേരിൽ പിന്നെ നഷ്ടപരിഹാരം കേസ് കൊടുക്കുക, പിന്നെ പൈറസിക്കുള്ള കേസസ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ശക്തമായ നിയമ നടപടി എടുത്ത് അതിൽ നിന്ന് ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞാലും അതിൻ്റെ നിയമ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാതെ അവരാരാണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ പിന്നെ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം. ശിക്ഷ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം. അതിനുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനി അടുത്ത വരുന്ന ഈ സീസണുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സെയിം ഡേ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നി ശ്രീ മോഹൻലാലിൻ്റെ ഒക്കെ സമയം അതായിരിക്കാമല്ലേ നേരത്തെ ഒരു ദിവസം മുന്നേ ഇതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അല്ല, ആ ഷോയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട്. അതൊരു ഇന്റർനാഷണൽ ഷോയാണ്. അപ്പോൾ ആ ഷോ ഡിസൈൻ ചെയ്ത ആ ടീം അവരതിൻ്റെ ഷൂട്ടിംഗ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയില്ല. കാര്യം അത് പേറ്റൻറ്റഡ് ഷോയാണ്, കോപ്പിറൈറ്റ്സും ഒക്കെ ഉള്ള ഷോയാണ്. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിലെ ടെക്നിക്കൽ ഇഷ്യൂ. ശരി, താങ്കൾ അവിടെ മത്സരാർത്ഥി കൂടി ആയിരുന്നല്ലോ അവിടുത്തെ. അപ്പം ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ പോലെ ഇവിടുത്തെ ടാസ്കുകൾ കുറച്ചും കൂടി കട്ടിയാക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉള്ളത് തന്നെ കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ ടാസ്കുകളുടെ കാഠിന്യം ഞങ്ങളുടെ സീസണ് ഭയങ്കര കുറവായിരുന്നു. പിന്നീടുള്ള സീസണുകളിലൊക്കെ വളരെ കടുകട്ടിയായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ശരിക്കും നല്ല കാഠിന്യമേറിയ ടാസ്കുകളാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട്, 2 ലോഡ് പാറ ഇറക്കിയിട്ട് ആ വെയിലത്തിരുത്തി ഇതിനെ ചെറിയ മെറ്റലായിട്ട് മാറ്റി കൊടുക്കണം, അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ കൊടുക്കണമെന്ന്. കാര്യം ഈ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വലിയ വഴക്കുണ്ടാകത്തില്ല അവിടെ. വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ വഴക്കിടാൻ തോന്നുന്നത്. ഇനി ബിഗ് ബോസ് കൂടട്ടെ. അതെ, ഇനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും വിവരം പുറത്തു പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല. ശരി, അപ്പോൾ എവിക്ഷന്റെ സംഭവങ്ങളും ഒക്കെയാണ്. പിന്നെ ഇപ്പൊ അതിനകത്ത് ചില വഴക്കുകൾ നടക്കുമ്പോൾ അതെങ്ങനെ എൻഡ് ആയി കാണും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു പോവാം. അത് ശരിക്കും സ്പോയിലർ അല്ലേ? പിന്നെ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഈ ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണല്ലോ. ഇപ്പോൾ ഈ റിവ്യൂവേഴ്സും ഈ ധനസമ്പാദനം എന്നതിലുപരി അവരും ഇതിൻ്റെ ഫാൻസ് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സാധനം റിവ്യൂ ചെയ്യാൻ എടുക്കുന്നത്. കാരണം വേറെ ഷോസ് ഒന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ലല്ലോ ഈ റിവ്യൂവേഴ്സ്. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നവരും അതിനകത്തൊരല്പം മിതത്വം കാണിച്ചാൽ നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ പുറത്തുവിട്ട് ആ ഷോയുടെ ഒരു മനോഹാരിത ഇല്ലാതാക്കി കളയരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഫിനാലയിലേക്ക് എത്തും, അല്ലെങ്കിൽ ആദ്യത്തെ 5-ൽ ഒരാളാകുമെന്ന് പ്രേക്ഷകർ കരുതുന്ന ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റന്റ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു, ഡോക്ടർമാർ അദ്ദേഹത്തെ പരിചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ? താങ്കൾ എന്താണ് കരുതുന്നത്? അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം വരില്ല, അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണമായ മറ്റ് കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ തുടങ്ങി പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം ഷാനവാസ് തിരിച്ചു വരുമോ ഇല്ലയോ? അല്ല ഇത്തരത്തിലുള്ള ഈ ഊഹാപോഹങ്ങൾ വെച്ചൊരു ചർച്ച നടത്തുന്നത് ഭയങ്കര രസമാണ്. കാര്യം അത് ഗോസിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ ഗോസിപ്പൊക്കെ പറയുമ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം, അതൊരു രസമാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ടുള്ള. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുനിന്ന് രഹസ്യങ്ങൾ ചോർത്തി അത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പിന്നെ അതിൻ്റെ രസം പോകുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും അപ്പോഴാണല്ലോ നമ്മൾ ഈ ഓഡിയൻസും ഈ ഷോയും തമ്മിൽ എൻഗേജ്ഡ് ആകുന്നത്. എന്തായാലും രഹസ്യങ്ങൾ അത് ചോരുന്നുണ്ട്, നിയമ നടപടി വേണം എന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം? അതെ അതെ, തീർച്ചയായും. ശരി, വളരെ നന്ദി ശ്രീ സാബുമോൻ ഞങ്ങളോട് ഒപ്പം ചേർന്നതിന്. ബിഗ് ബോസ് വീട്ടിലെ രഹസ്യങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ടുള്ള താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരിടവേള.